ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് വരുന്നത് നോക്കാം. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു എനർജിയാണ്. നിങ്ങൾ വളരെ സന്തോഷത്തിലായിരിക്കും ഇന്നത്തെ ദിവസം. നിങ്ങൾക്ക് ഇനി പ്രതിസന്ധികളൊക്കെ ഒരുപാട് ഉണ്ടായിരിക്കാം, പക്ഷെ അതൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒന്നിലും നിങ്ങൾ ബോധേഡ് അല്ല എന്നുള്ളതാണ്. മുന്നിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ അല്ലെങ്കിൽ സ്ട്രഗിൾസ് ഒന്നും തന്നെ നിങ്ങളത് വളരെ കാര്യമായിട്ട് എടുക്കുന്നില്ല. അപ്പോൾ അതെല്ലാം അതിൻ്റെതായ വഴിക്ക് വരട്ടെ, പൊക്കോട്ടെ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അല്ല ഒന്നും വരാതിരുന്നെങ്കിൽ എന്നുള്ളതല്ല. എന്ത് വന്നാലും അതെനിക്ക് ഫേസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ പ്രശ്നങ്ങളൊന്നും നമ്മൾ ഹൃദയത്തിലേക്ക് എടുത്ത് ഒരുപാട് ടെൻഷൻ ഉണ്ടാക്കാനോ നമ്മളെ ബുദ്ധിമുട്ടിക്കാനോ നിങ്ങൾ അത് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാം വരുന്നത് വരും പോലെ വരട്ടെ. അങ്ങനെ ഇത്രയും ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടിയത്. പേജ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. പുതിയ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. എന്തോ ഒരു പുതിയ സ്റ്റാർട്ടാണ്. അപ്പം നിങ്ങളൊരു പുതിയ ഐഡിയ നിങ്ങളുടെ മനസ്സിൽ വരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലാതെ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ പൈസയുമായി സംബന്ധിച്ച് നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പം നിങ്ങൾ ചിലപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. ചിലപ്പോൾ അത് എന്തെങ്കിലും നിങ്ങളൊരു ഓൺലൈൻ പോലത്തെ ഒരു കാര്യത്തിൽ എന്തെങ്കിലും കാര്യം ഇൻവെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയൊരു ഐഡിയ വരുന്നതോ ആയിരിക്കാം. ഷെയർ മാർക്കറ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. പക്ഷേ ശ്രദ്ധിക്കുക, നമ്മൾ ഇപ്പോഴത്തെ ഒരു ഇതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഷെയർ മാർക്കറ്റിൽ ഒരുപാട് പൈസ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കുക. എന്തായാലും ഒരു ന്യൂ ബിഗിനിങ് ആണ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് ഇന്നത്തെ ദിവസം. 8 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യാൻ തീരുമാനിക്കുന്ന ഒരു ദിവസമാണ്. അല്ലെങ്കിൽ ഇന്ന് കുറേ ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്യേണ്ടി വരും. കുറേ ആൾക്കാരും ചിലപ്പോൾ ഇത് നിങ്ങളുടെ ജോലി സംബന്ധമായൊരു കാര്യത്തിനായിരിക്കും. എന്തായാലും നിങ്ങൾ ഇതുവരെ ചെയ്തിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കിൽ അത് കൂടുതൽ ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ഇതുവരെ ചെയ്തിരുന്നൊരു കാര്യമല്ല എന്ന് മാത്രമല്ല, അത് ചിലപ്പോൾ ആരുടെയെങ്കിലുമൊക്കെ ഗൈഡൻസിൽ കൂടെ നിങ്ങളത് പഠിക്കാനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടായിരിക്കാം. കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്യും ഇന്നത്തെ ദിവസം. നിങ്ങൾ സന്തോഷത്തോടെ ചെയ്യും എന്നുള്ളതാണ്. ഒരിക്കലും ആ ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതൊരു സ്ട്രഗിളായിട്ട് തോന്നൂല. നിങ്ങൾ ഇത് എനിക്ക് സക്സസ്ഫുൾ ആകും, ഞാനത് ഹാർഡ് വർക്ക് ചെയ്താൽ സക്സസ്ഫുൾ ആകും, ഒട്ടും തന്നെ സ്ട്രെസ് ഇല്ലാതെ അത് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കും. അങ്ങനെയാണ് കാണുന്നത് കേട്ടോ. നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പോൾ അതും പുതിയ ഐഡിയാസ് വരുന്നു. പുതിയൊരു കാര്യം നിങ്ങൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ പുതിയ ഐഡിയ മനസ്സിൽ ഫോം ചെയ്യുന്നതായിരിക്കും. നമ്മളുടെ മനസ്സാണല്ലോ ആദ്യം അതുണ്ടാക്കുന്നത് നമ്മളുടെ മനസ്സാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഫ്യൂച്ചറിൽ ചെയ്യേണ്ടുന്ന എന്തോ ഒരു കാര്യം, അതിൻ്റെ ഒരു ചെറിയ ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതിനെ നിങ്ങൾ വികസിപ്പിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളത് ആലോചിക്കുന്നു. ഫ്യൂച്ചറിൽ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്ന കാര്യം ഇപ്പം നിങ്ങൾ കൂടുതലായിട്ട് ആലോചിക്കുന്നു. എന്തൊക്കെ കൂടുതൽ കാര്യങ്ങളാണ് ഇതിൽ ഞാൻ ചേർക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കണം, ഇത് എത്രത്തോളം ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ്. വീണ്ടും 3 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. ഇന്ന് കൂടുതലും പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. പൈസയുമായി ബന്ധപ്പെട്ട് ഇന്ന് നല്ല ദിവസം ഉണ്ട് കേട്ടോ. നിങ്ങൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുമെങ്കിലും ഇന്നത്തെ ദിവസം ഫിനാൻഷ്യലി നിങ്ങൾ ഓക്കെ ആയിരിക്കും. പുതിയ തരത്തിൽ നിങ്ങൾക്ക് പൈസ കിട്ടും. നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പൈസ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് നിങ്ങൾ പാസ്റ്റിൽ കൊടുത്തിരുന്നതായിരിക്കാം.
അപ്പോൾ അത് തിരിച്ചു തരാനോ അല്ലെങ്കിൽ ഒരു ബാങ്ക് ലോൺ പാസ്സാകാനോ ഒക്കെ ഉള്ളൊരു സാധ്യത ഇന്നത്തെ ദിവസം ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൽ നിങ്ങളെ സഹായിക്കാൻ ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. മറ്റുള്ളവർ ഇന്ന് നിങ്ങളെ സഹായിക്കാൻ തയ്യാറാവും. നിങ്ങളുടെ വർക്കിലായാലും നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അതേ ഒരു എനർജി ലെവലുള്ള ആൾക്കാർ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പം അത് നിങ്ങൾ കൂടുതൽ സഹായമാകും. ചിലപ്പോൾ നിങ്ങൾ വിളിക്കാതെ തന്നെ ആൾക്കാർ നിങ്ങളെ സഹായിച്ചേക്കാം. 9 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. കുറച്ച് ആൾക്കാർ ഇതിലൊരു ഡിപ്രസ്ഡ് മോഡാണ്. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല, ഇന്നലെ എന്തെങ്കിലും ദുസ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കും, ഭയപ്പെട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇന്നോ നാളെയോ നടക്കേണ്ടുന്ന എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് പേടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അത് അങ്ങനെ സംഭവിക്കുമോ, അല്ലെങ്കിൽ വരുന്ന കാര്യം എന്തായിരിക്കും എന്നാലോചിച്ച് ഭയപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ വരുന്നതെല്ലാം ഫേസ് ചെയ്യാനുള്ള ഒരു എനർജി, ആ ഒരു ഇതിൽ നിങ്ങൾ എത്തണം എന്നാണ് ആദ്യത്തെ കാർഡ് പറഞ്ഞത്. എന്തൊക്കെ തന്നെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാലും നിങ്ങളത് ധൈര്യമായിട്ട് ഫേസ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം ഒന്നും തന്നെ സംഭവിക്കാൻ പോണില്ല. നമ്മൾ ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ച് നമ്മളുടെ ഹൃദയത്തെ വേദനിപ്പിക്കുകയാണ് ചെയ്യണത്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ ഓർമ്മകൾ മാത്രമാണ്. ഇപ്പം നമ്മൾ അന്ന് വിചാരിച്ചതുപോലെ, അന്ന് ഭയപ്പെട്ടതുപോലെ ഒരു കാര്യവും സംഭവിച്ചിട്ടുമില്ല. അപ്പോൾ ഈ ഒരു സമയവും അത് തന്നെ നമ്മൾ വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവരിക. അന്നതൊക്കെ ആ സ്ട്രഗിളിങ് ഫേസൊക്കെ നമ്മൾ ഫേസ് ചെയ്തതാണ്, അതൊക്കെ കടന്നു പോയതാണ്. അപ്പോൾ ഇനി വന്നാലും എന്ത് തന്നെ വന്നാലും ഞാനത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അപ്പം നമ്മൾ അക്സെപ്റ്റൻസ് ആണ് ഏറ്റവും ആദ്യത്തെ കാര്യം. നമ്മളത് ഒളിച്ചോടുന്ന ഒരു എനർജിയാണ് കേട്ടോ ഇതിനകത്തുള്ളത്. അപ്പോൾ അങ്ങനെ ഒളിച്ചോടാൻ പാടില്ല. നമ്മൾ എന്ത് കാര്യം വന്നാലും അതിനെ അക്സെപ്റ്റ് ചെയ്യുമെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് റിക്കവർ ചെയ്യാൻ ഈസി ആയിരിക്കും. അത് മനസ്സിലാക്കുക. ക്വീൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അപ്പം നിങ്ങൾ ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ആണ് എന്ന് മനസ്സിലാക്കുക. ചെറിയ കാര്യങ്ങളോ ഈവൻ വലിയ കാര്യങ്ങളാകട്ടെ അതിന്നൊക്കെ നമ്മൾ തളർന്നു പോകാതിരിക്കുക. അപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ നേരിടാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തണം. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഹൃദയം കൊണ്ട് തീരുമാനമെടുക്കുന്നതിനേക്കാളും നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് തീരുമാനമെടുക്കുന്നതായിരിക്കും നല്ലത്. വളരെ പ്രാക്ടിക്കൽ മൈൻഡുള്ള അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് തീരുമാനം എടുക്കേണ്ട ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. ഇന്ന് നമ്മൾ ഇമോഷനുമായിട്ട് അത് കണക്റ്റഡ് ആയിട്ട് ഇരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇമോഷൻസ് എല്ലാം കട്ട് ചെയ്ത് കളയാനാണ് പറയണത്. അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ ഫ്യൂച്ചറിൽ എന്താണ് നമുക്ക് വേണ്ടത്, നമുക്ക് സക്സസ് ഉണ്ടാക്കാൻ നമുക്ക് എന്താണ് വേണ്ടത്, അത് മറ്റുള്ളവരെ ചതിക്കാതെ, പറ്റിക്കാതെ, വേദനിപ്പിക്കാതെ നമുക്ക് എങ്ങനെ സക്സസ് ഉണ്ടാക്കാമെന്ന് നമ്മൾ ഒന്ന് ബുദ്ധിയോടെ ചിന്തിക്കാൻ പഠിക്കുക. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. ഒരു കർമ്മ ഇല്ലാതെ നമുക്ക് എങ്ങനെ സക്സസ് ഉണ്ടാക്കാൻ പറ്റും എന്ന് മാത്രം ഇന്നത്തെ ദിവസം ചിന്തിക്കാൻ ശ്രമിക്കുക. സ്റ്റാറാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് സക്സസും ഉണ്ട്, ഫ്രീഡം ഉണ്ട്, അട്രാക്ഷനുണ്ട്. ഇന്ന് ചിലപ്പോൾ ഈവനിങ് നിങ്ങൾ എന്തെങ്കിലും ഒരു പാർട്ടിയിലോ ഒക്കെ പങ്കെടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും. നിങ്ങൾ നല്ലതായിട്ട് ഡ്രസ്സ് ചെയ്ത് നല്ല ഹെയർ സ്റ്റൈലൊക്കെ, നിങ്ങളുടെ ഫിഗറൊക്കെ, ഔട്ട്ഫിറ്റൊക്കെ വളരെ നല്ലതായിരിക്കും. അങ്ങനെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ അപ്പിയറൻസ് വളരെ നല്ലതായിരിക്കും. ഒരു സ്റ്റാർഡം ഉണ്ടാക്കാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഇന്നത്തെ ദിവസം ഉണ്ടായിരിക്കും. അപ്പോൾ പിന്നെ മാത്രമല്ല, ഒരുപാട് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ഇന്നത്തെ ദിവസം ഒരു സ്വീകാര്യത കിട്ടും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ളവർ കൂടി നിങ്ങളെ ഒരുപാട് അഭിനന്ദിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. മറ്റുള്ളവർ നിങ്ങളെ ആരാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഡിസീറ്റാണ്. അപ്പം നമ്മൾ ശ്രദ്ധിച്ചിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ കുറേ ഇതിൽ സ്റ്റാർ വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർക്ക് നമ്മളോട് സ്നേഹവും പ്രണയവും ആരാധനയും ഒക്കെ വന്നേക്കാം. അതിൽ അസൂയുള്ള ആൾക്കാരും ഉണ്ടായിരിക്കാം. ഇന്നത്തെ ദിവസം നമ്മൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ എല്ലാവരും ഒരേ ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരായിരിക്കണമെന്നില്ല. നമ്മളുടെ വളർച്ചയിൽ അല്ലെങ്കിൽ നമ്മളുടെ ഹാർഡ് വർക്കിൽ അത് അസൂയുള്ള ആൾക്കാർ ഉണ്ടാകാം. നമ്മളെ മറ്റുള്ളവർ
ശ്രദ്ധിക്കുന്നത് കാണുമ്പോൾ അസൂയപ്പെടുന്ന ആൾക്കാരും ഉണ്ടാകാം. അപ്പോൾ ഒരു വഞ്ചന ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്, നമ്മളെപ്പറ്റി മോശം പറയാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒന്ന് കെയർ ചെയ്യുക. നമ്മൾ ഇന്നത്തെ നമ്മളുടെ സംസാരം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ആരെയും ഇന്നത്തെ ദിവസം ഒന്ന് താഴ്ത്താൻ നോക്കാതിരിക്കുക. എല്ലാവരോടും ഇപ്പം നമ്മളോട് ദേഷ്യവും വൈരാഗ്യമുള്ള ആൾക്കാരുണ്ടെന്ന് നമുക്കറിയാമെങ്കിലും അവരോട് പോലും നമ്മൾ ഇന്നത്തെ ദിവസം വളരെ നല്ലതായിരിക്കണം, വളരെ കൂളായിട്ടിരിക്കണം. അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞൂടാ എന്നുള്ള രീതിയിൽ വേണം ഒന്ന് സംസാരിക്കാൻ. നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ ഒന്ന് മണ്ടന്മാരായിരിക്കുന്നത് അല്ലെങ്കിൽ മണ്ടികളായിരിക്കുന്നതൊക്കെ നല്ലതാണ്. നമ്മൾ ഓവർ സ്മാർട്ട് ആകുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ വൈരാഗ്യം, മറ്റുള്ളവർക്ക് നമ്മളോട് വൈരാഗ്യം ഉണ്ടാകണത്, അസൂയ ഉണ്ടാകണത്. അപ്പോൾ നമ്മൾ ഓവർ സ്മാർട്ടാണെന്ന് നമുക്കറിയാം, നമ്മൾ സ്മാർട്ട്നെസ് ഉള്ള ആൾക്കാരാണ്. പക്ഷേ അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മളോട് അസൂയുള്ള ആൾക്കാരോട് കുറച്ചൊന്ന് നല്ലതായിട്ട് തന്നെ നിൽക്കാൻ ശ്രമിക്കുക ഇന്നത്തെ ദിവസം. അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെയാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്, നമ്മളെ പറ്റിക്കാൻ ആൾക്കാർ ഇരിക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പലർക്കും ഇന്നത്തെ ദിവസം നിങ്ങളോട് ദേഷ്യം തോന്നാം, നിങ്ങളുടെ അപ്പിയറൻസിലോ നിങ്ങളുടെ സംസാരത്തിലോ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലോ ഒക്കെ ഒരു എന്താണ് നിങ്ങളൊരു അസൂയയൊക്കെ തോന്നാം. അപ്പോൾ അവർ നിങ്ങളെ ചതിക്കണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരുണ്ട്. അത് ശ്രദ്ധിക്കുക. ഇന്നത്തെ ദിവസം അത് ശ്രദ്ധിച്ചിരിക്കുന്നത് നല്ലതാണ്. വിക്ടറിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വിക്ടറി ആൻഡ് സക്സസ് വരുന്നു എന്നുള്ളത് നിങ്ങൾ ഇപ്പം ഫൈനലി നമ്മൾ തന്നെ ജയിക്കും, അത് മനസ്സിലാക്കുക. കുറേ സ്ട്രഗിൾസ് ഉണ്ടാകാം. നമ്മളുടെ ജീവിതം ഒരിക്കലും ഈസി അല്ല, നമ്മുടെ വിജയവും ഒരിക്കലും ഈസി അല്ല. അപ്പോൾ വിജയിച്ച ആൾക്കാരും ഈസി ആയിട്ട് വിജയിച്ച ആൾക്കാരില്ല. എല്ലാവരും തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് പല കാര്യങ്ങളും ഉപേക്ഷിച്ച് ഒക്കെ വിജയിച്ച ആൾക്കാരാണ് നമ്മൾ കാണുന്ന വിജയികളായ ആൾക്കാരെല്ലാം തന്നെ. അപ്പോൾ അവർ കേട്ടിട്ടില്ലേ, അവർ വളരെ കുറച്ച് സമയം മാത്രം ഉറങ്ങി, 2 മണിക്കൂറും 3 മണിക്കൂറും മാത്രം ഉറങ്ങി ബാക്കി വർക്ക് ചെയ്ത് ഒക്കെ ചെയ്താണ് ഓരോരുത്തരും വിജയം ഉണ്ടാക്കണത്. അപ്പം ഇപ്പം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വളരെ വലിയ ആൾക്കാരെല്ലാം തന്നെ അത്രയും സ്ട്രഗിൾ ചെയ്താണ് അവരുടെ വിക്ടറി ഉണ്ടാക്കിയതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒന്നും നഷ്ടപ്പെടാതെ ഒന്നും തന്നെ നേടാൻ പോണില്ല. അപ്പോൾ നമ്മളിൽ നിന്ന് എന്തെങ്കിലും പ്രിയപ്പെട്ടതൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതും നമ്മളുടെ വിക്ടറിക്ക് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക. അപ്പം നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മളിൽ നിന്ന് വിട്ടുപോയേക്കാം. അതും നമ്മളുടെ വിജയത്തിൻ്റെ മുന്നോടിയാണ്. അപ്പോൾ പൊതുവേ നിങ്ങൾക്ക് വിക്ടറി ആൻഡ് സക്സസ് ആണ് ഇന്നത്തെ ദിവസം. മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയാണ് വരാൻ പോണതെന്നാണ് കാണുന്നത്. 5th ചക്രയാണ്, ആർക്കേഞ്ചൽ ഗബ്രിയേലാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ത്രോട്ട് ചക്രയുമായി ബന്ധപ്പെട്ട ഒരു ഹീലിംഗ് നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് പാടാനൊക്കെ കഴിവുള്ള ആൾക്കാർക്ക് അവർ ചില സമയം ഒരു ദൃഷ്ടിദോഷം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജിയൊക്കെ കൊണ്ടോ ഒക്കെ അത് ത്രോട്ട് ചക്രയൊക്കെ ബ്ലോക്കായി പോകാം. അപ്പോൾ ത്രോട്ട് ചക്ര ബ്ലോക്കായി പോകുന്ന ആൾക്കാരുടെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യം ഒരാളിനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ മനസ്സിലിരിക്കുകയുള്ളൂ, നമ്മൾ മനസ്സിലുണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയണമെന്ന്, പക്ഷേ അത് നമുക്ക് പറഞ്ഞവരെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരിക്കാം ഈ ത്രോട്ട് ചക്ര ബ്ലോക്കായി കഴിഞ്ഞാൽ. മാത്രമല്ല പല ആൾക്കാരും തമാശയ്ക്ക് കള്ളം പറയുന്ന ആൾക്കാരുണ്ട്. വെറുതെ ഒരു ആവശ്യമില്ലാതെ എവിടെ പോയി എന്ന് ചോദിച്ചാൽ അവർ തെക്കോട്ടാണ് പോകണമെങ്കിൽ അവർ വടക്കോട്ട് പോകണം എന്ന് പറയും. പിന്നെ ഇത് നമ്മൾ കള്ളം പറയാതിരിക്കുക, മാക്സിമം നമ്മൾ കള്ളം പറയാതിരിക്കുക. നമ്മളിപ്പോൾ സത്യം പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്നും പറയാതിരിക്കുക. പലപ്പോഴും ഇപ്പം മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വെറുതെ തമാശയ്ക്ക് ഒന്നിനും അല്ലാതെ ഈ പ്രാങ്കൊക്കെ ചെയ്യുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ വെറുതെ തമാശയ്ക്ക് കള്ളം പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് എവിടെ പോകണമെന്ന് ചോദിച്ചാൽ ഞാൻ ഇന്നൊരു സ്ഥലം വരെ പോകുന്നു, അത്രയേ ഉള്ളൂ, അത്ര പറയാം. അല്ലാതെ വേറൊരു സ്ഥലത്തിൻ്റെ കാര്യം ഇത് പറയണ്ട. കാരണം ഈ പോണ സ്ഥലത്ത് നമ്മൾ പോണ കാര്യം ചിലപ്പോൾ നടക്കാതെ വരാം. അപ്പോൾ ഇതൊക്കെ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, കള്ളങ്ങൾ പറയുന്ന ആൾക്കാർ, പിന്നെ മാത്രമല്ല മറ്റുള്ളവരെ പറ്റിക്കാൻ കള്ളം പറയുന്ന ആൾക്കാർ, ചില ആൾക്കാർ നാക്കെടുത്ത കള്ളം മാത്രം പറയുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ത്രോട്ട് ചക്ര ബ്ലോക്കായി പോകും. അവരതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കില്ല. കാരണം അവർ വിചാരിക്കുന്നത് ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല, ഇത് എൻ്റെ കാര്യം മാത്രമാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഒക്കെ ശരിയാണ്, മറ്റുള്ളവർക്ക് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല. പക്ഷെ നമ്മളോട് ദ്രോഹം ചെയ്യുന്നുണ്ട്.
നമ്മൾ കള്ളം പറഞ്ഞ് നമ്മൾ ആ നെഗറ്റീവ് എനർജി വാങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ സോളിന് ഇഷ്ടമില്ല നമ്മൾ വെറുതെ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ കള്ളങ്ങൾ പറയാതെ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റില്ല. പക്ഷേ എന്നാലും ചില ആൾക്കാർ ചുമ്മാ വെറുതെ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അത് മതിയാക്കുക. അല്ലെങ്കിൽ പാസ്റ്റിൽ അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ആൾക്കാർ നിങ്ങളുടെ ത്രോട്ട് ചക്ര ബ്ലോക്കായി പോയിട്ടുണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആർക്കേഞ്ചൽ ഗബ്രിയലിനെ ഇൻവോക്ക് ചെയ്യുക. ഇത് ത്രോട്ട് ചക്ര ബ്ലോക്ക് ആയിരിക്കണമെങ്കിൽ നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾക്ക് ബ്ലോക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ 5ാമത്തെ ചക്രയാണ് നിങ്ങളുടെ വിശുദ്ധി ചക്ര. അപ്പോൾ അതിൽ നിങ്ങൾ ആർക്കേഞ്ചൽ ഗബ്രിയലിനെ ഇൻവോക്ക് ചെയ്യുക. അതിങ്ങനെയാണ്: ആർക്കേഞ്ചൽ ഗബ്രിയേൽ പ്ലീസ് കം എന്ന് 3 തവണ. ആർക്കേഞ്ചൽ ഗബ്രിയേൽ, ആർക്കേഞ്ചൽ ഗബ്രിയേൽ, ആർക്കേഞ്ചൽ ഗബ്രിയേൽ പ്ലീസ് കം ഒന്ന് വരാൻ നിങ്ങളൊന്ന് ആവശ്യപ്പെടുക. എന്നിട്ട് നിങ്ങളുടെ ആ ത്രോട്ട് ചക്ര ഒന്ന് ഹീൽ ചെയ്ത് തരാൻ അദ്ദേഹത്തോട് പറയുക. നിങ്ങൾക്ക് ഉള്ള ആ ത്രോട്ട് ചക്രയിലുള്ള ബ്ലോക്സ് ഒക്കെ മാറ്റിയിട്ട് ഒന്ന് ഹീൽ ചെയ്ത് എനർജൈസ് ചെയ്യാൻ അദ്ദേഹത്തോട് പറയുക. അവിടെ നീല കളറ്, ആകാശ നീലയാണ് ത്രോട്ട് ചക്രയുടെ കളറ്. അപ്പോൾ ആകാശ നീല കളറ് നിങ്ങൾ കണ്ട് അത് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അത് അല്ലെങ്കിൽ ആർക്കേഞ്ചൽ ഗബ്രിയലിൻ്റെ കയ്യിലുള്ള ആ ഒരു അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. കയ്യിലെന്തോ ഒരു കാര്യമുണ്ട്. അപ്പോൾ അതിലൂടെ വരുന്ന ഒരു എനർജി അത് നിങ്ങളുടെ ആ ഒരു വിശുദ്ധി ചക്രത്തിലേക്ക് വരുന്നതായിട്ട് ഒന്ന് കാണുക. അത് എനർജി വന്ന് നിങ്ങളത് ആ ഒരു വിശുദ്ധി ചക്ര ഓപ്പൺ ആകുന്നതും അത് എനർജൈസ്ഡ് ആകുന്നതും ഒക്കെ നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് നിങ്ങൾ ആർക്കേഞ്ചൽ ഗബ്രിയലിന് നന്ദി പറയുക. ഇങ്ങനെ ചെയ്ത് നിങ്ങൾ ത്രോട്ട് ചക്ര നിങ്ങൾക്ക് ഹീൽ ചെയ്യാവുന്നതാണ്, എനർജി കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ വിശുദ്ധി 7 ചക്ര മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങളുടെ ഊർജ്ജ കേന്ദ്രങ്ങൾ വീണ്ടും നിങ്ങൾക്ക് എനർജി കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 7 ചക്ര മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് അത് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.